മുരുക ഭഗവാൻ വെട്രി വേലൻ്റെ അനുഗ്രഹമുള്ളപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിലും മുരുക ഭഗവാൻ ജീവിതം മാറ്റുന്നതിന് മുൻപ്, ആത്മീയവും ഭൗതികവുമായി ജീവിതം വലിയ രീതിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പ്രകാരവും ഭഗവാന്റെ സ്വഭാവവും അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ അനുഭവ പ്രകാരവും ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. 90% കാര്യത്തിലും ഇത് സംഭവിക്കാറുണ്ട്. മുരുക ഭക്തരാണെങ്കിൽ മുരുക ഭഗവാൻ ജീവിതം തന്നെ മാറ്റാൻ പോകുകയാണ്, ആത്മീയവും ഭൗതികവുമായി മാറ്റാൻ പോകുകയാണെങ്കിൽ അതിനു മുൻപ് നമ്മൾക്ക് വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്, നമ്മളുടെ ചുറ്റുപാടും വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾക്ക് എത്രത്തോളം പറ്റുമോ, എത്രത്തോളം ഇതുപോലുള്ള അടയാളങ്ങളുണ്ടോ ആ അടയാളങ്ങൾ നമ്മൾക്ക് ഓരോന്നായി മനസ്സിലാക്കി പോകാം. അതിൽ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഒരു വ്യാപാരം ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ഉറപ്പായും ശത്രുക്കൾ ഉണ്ടാകും. ആ ശത്രുക്കൾ ഏത് രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൂടി വരുമ്പോൾ ആ ശത്രുക്കൾ നീങ്ങിപ്പോകുന്നതായിട്ടും ആ ശത്രുക്കൾ നമ്മളെ പിന്നീട് ഉപദ്രവം ഏൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് അവർ മാറിപ്പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യമാണ്. ഇനിയാണ് ഇതിൻ്റെ അകത്തെ സൂക്ഷ്മ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുരുക ഭഗവാന്റെ യഥാർത്ഥ ഭക്തരാണെങ്കിൽ, മുരുക ഭഗവാന്റെ അനുഗ്രഹം ശരിക്കും കൂടെ ഉണ്ടെങ്കിൽ, ആരായിരുന്നോ നമ്മളുടെ ശത്രുഭാവത്തിൽ നിന്ന്, ആരായിരുന്നോ നമ്മളുടെ ശത്രുവായി നിന്നിരുന്നത്, അയാൾ നമ്മളുടെ മിത്രമാകും. ഇത് മുരുക ഭക്തരുടെ ഏറ്റവും വലിയ രഹസ്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരൊക്കെയായിരുന്നോ നമ്മളുടെ ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇയാൾ നമ്മളുടെ മിത്രമായി മാറുമെന്ന്. അത്രയും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് സാധ്യമാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൂരപത്മൻ. ഭഗവാന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു, ഏറ്റവും വലിയ അസുരനായിരുന്നു. ആ അസുരനാണ് പിന്നീട് ഭഗവാന്റെ ഏറ്റവും വലിയ മിത്രമായിട്ടുള്ള സേവൽ കൊടിയായിട്ടും അതുപോലെ തന്നെ ഭഗവാന്റെ നമ്മൾ പറയുന്ന മയിലായിട്ടും, ആ മയിലായിട്ട് ഭഗവാന്റെ വാഹനമായിട്ട് മാറിയത് ഭഗവാന്റെ ശത്രു തന്നെയാണ്. അവിടെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ സൂക്ഷ്മ രഹസ്യം ഇരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ ഒട്ടനേകം കഥകളുണ്ട്. മുരുക ഭഗവാന്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയാം, ഭഗവാന്റെ ശത്രുഭാവത്തിൽ നിന്ന പലരും പിന്നീട് ഭഗവാന്റെ മിത്രമായി ഭവിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ വേറൊരു ഉദാഹരണമാണ് നമ്മൾക്കറിയാം ഇടുമ്പൻ ആദ്യം ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്, പിന്നീട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായി മാറി. അങ്ങനെയാണ് ഈ കാവടിയുടെ ചരിത്രമൊക്കെ വരുന്നത്. അപ്പോൾ അപ്രകാരം നോക്കുമ്പോൾ ഭഗവാന്റെ സ്വഭാവമാണ്, ഭഗവാന്റെ തത്വമാണ് ഒരാളെ തൻ്റെ വരുതിയിലാക്കുക. കാരണം ഭഗവാൻ സൈനിക തലവനാണ്. അതിനപ്പുറം സൈനിക തലവന് ഒരു ഗുണമുണ്ട്, ദേവസേനയുടെ മേൽ പൂർണ്ണ അധികാരം അല്ലെങ്കിൽ ആജ്ഞയുടെ ശക്തി, ആജ്ഞാപിക്കാനുള്ള ശക്തി ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഗുണം തന്നെ നമ്മളിലേക്കും വന്നു ചേരും. നമ്മളുടെ ശത്രുവായി നമ്മൾക്കെതിരെ നിന്ന ആളോട് പോലും ആജ്ഞാപിക്കാൻ തക്ക രീതിയിലേക്കുള്ള ശക്തിയിലേക്ക് നമ്മൾ മാറും. നമ്മൾ പറഞ്ഞാൽ ആ മിത്രമായി വന്ന ആൾ കേൾക്കുമെന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ എന്തും ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് ശത്രുവിനെ പോലും മിത്രമാക്കാൻ പറ്റുന്ന ഗുണമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഗുണമാണ്, പക്ഷേ ഭഗവാന്റെ ഗുണങ്ങളിൽ ഏറ്റവും വലിയ ഗുണത്തിലൊന്നാണ്. ഇനി ഭഗവാന്റെ രണ്ടാമത്തൊരു ഗുണം, ഭഗവാൻ നമ്മളുടെ ജീവിതം മാറ്റാൻ പോകുമ്പോൾ, ഭഗവാന്റെ പൂർണ്ണ കടാക്ഷം വരുമ്പോൾ ജീവിതം ഇനി മുന്നോട്ട് തന്നെ, വിജയം തന്നെ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ സൈൻ, ഈ സൈനുകളിൽ, അതായത് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ പറയൂല്ലോ അടയാളങ്ങളിൽ ഏറ്റവും വലിയ അടയാളം, മുരുക ഭഗവാൻ ചൊവ്വയുടെ ദേവനാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം നല്ല രീതിയിലുള്ള ശാരീരിക ക്ഷമതയും, ഇതാണ് ശാരീരിക ക്ഷമത, അതുപോലെ അഗ്നി തത്വം, അതുപോലെ എത്ര തകർന്നു നിൽക്കുന്ന അവസ്ഥയിലും മുന്നോട്ട് കുതിക്കാനുള്ള ആർജവം ഉണ്ടാവും. നമ്മൾക്ക് ഇമ്പോസിബിൾ എന്ന് പലരും പറയും, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതിനൊന്നും ട്രൈ ചെയ്യേണ്ടെന്ന് പോലും പറഞ്ഞാൽ പോലും വളരെയധികം ധൈര്യത്തോടുകൂടി വാശിയോടുകൂടി മുന്നേറി ജയിക്കാനുള്ളൊരു ആർജവം എവിടെ നിന്നോ കിട്ടും. വലിയ ദേവസേന എന്ന 2 ശക്തികൾ കൊണ്ട് തന്നെ ഇത് കിട്ടും. അതിനും അപ്പുറം ഭഗവാന്റെ ഈ തത്വം കൊണ്ട് തന്നെ കിട്ടും. നമ്മൾ ഏതൊരു വലിയ പ്രതിസന്ധി കണ്ടാലും തളരാത്തവരായിരിക്കും. പണ്ടൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നാലും, ഒരു ചെറിയ കാര്യത്തിൽ പോലും തളർന്നു പോയിക്കൊണ്ടിരുന്ന ആൾ ഇന്നൊരു കുന്നോളം പ്രശ്നം വന്നാലും അതിനെ നേരിടുക മാത്രമല്ല, ഭഗവാന്റെ സ്വഭാവം പോലെ തന്നെയാണ്, നേരിടും, വളരെ ധൈര്യത്തോടെ നേരിടും, ഉറപ്പായിട്ടും അതിനെ കീഴടക്കും. ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്. വെറുതെ നേരിട്ടിട്ട് കാര്യമില്ലല്ലോ, തോറ്റു പോകാനാണെങ്കിൽ എന്തിനാണ് പിന്നെ നേരിടുന്നത്? ഭഗവാന്റെ ഭക്തർ അങ്ങനെയല്ല നേരിടുന്നത്, വെറുതെ ഒരു മൂഢ വിശ്വാസം കൊണ്ട് നേരിടുന്നതല്ല. ഞാൻ പോയെന്ന യുദ്ധം ചെയ്തൊക്കെ അങ്ങനല്ല, യുദ്ധം ചെയ്ത് കീഴടക്കും. ഇപ്പം അവരുടെ സ്വപ്നങ്ങൾ പലരും പറയും ഇത് നടക്കാത്ത കാര്യമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടത് സാധിക്കില്ല. മുരുകനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം മുരുകൻ ഒരു കുഴന്തയായിരുന്നു, കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഭഗവാന്റെ പ്രായത്തേക്കാൾ ഉയർന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്രകാരം ഇപ്പോൾ സനത് കുമാരനായിരുന്നപ്പോൾ പോലും ഭഗവാൻ
ശിവനോട്, സ്വന്തം പിതാവായി പിന്നീട് വരുന്ന ശിവഭഗവാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ആഗ്രഹം എന്നോടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്ക് ആഗ്രഹം അങ്ങോട്ടില്ല. അതുപോലെ എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യവും ആരുടെയും മുന്നിൽ തല കുനിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും പറയും, തല കുനിക്കില്ല മുരുക ഭക്തർ, ഒരിക്കലും തല കുനിക്കില്ലെന്ന് മാത്രമല്ല, മുരുകൻ്റെ യഥാർത്ഥ തത്വം വന്നാൽ യുദ്ധം ചെയ്യാൻ, യുദ്ധം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പോയി ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള യുദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറം ആരെങ്കിലും നടക്കില്ല എന്ന് പറയുന്ന കാര്യത്തെ പോലും നടത്തിക്കാട്ടാൻ, ഇമ്പോസിബിൾ കാര്യത്തെ പോലും, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യത്തെ പോലും നടത്തിക്കാട്ടാൻ, വെറുതെ യുദ്ധം ചെയ്യുക, വെറുതെ ഒന്നല്ല, ജയിക്കും, തീർച്ചയായും ജയിക്കും. ആ വെട്രി വേലൻ ജയം കൊണ്ടത്തരും. ജയത്തിന്റെ ദേവനുമാണ് മുരുകൻ. അത് പലരും മനസ്സിലാക്കണം. ജയത്തിന്റെ ദേവനാണ്. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ജയിച്ചിരിക്കും. അതാണ് ഭഗവാന്റെ തത്വം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി കാണും ഭഗവാൻ എങ്ങനെയൊക്കെ ജീവിതം മാറ്റുമെന്ന്. ഇനി അതിനപ്പുറം ഭഗവാന്റെ വേറൊരു ഗുണമുണ്ട്, അഭയം. എല്ലാ ദേവന്മാർക്കും ഈ അഭയമുണ്ട്. അഭയം, വരതം എല്ലാ ദേവന്മാരും തരും. പക്ഷേ മുരുകന്റെ അഭയം നരസിംഹസ്വാമിയുടെ അഭയം പോലെ. ആ ഭയത്തിന് കാരണമാകുന്നത് എന്തോ അതിനെ ഇല്ലാതാക്കിയാണ് അഭയം നൽകുന്നത്. അല്ലാതെ വെറുതെ ഭയം ഇല്ലാതാക്കിയാൽ അല്ല, ആ ഭയത്തിന് കാരണമാകുന്നതിനെ നമ്മളുടെ മിത്രമാക്കുകയോ അല്ലെങ്കിൽ ആ ഭയം തന്നെ ഒഴിവാക്കുക. ആ ഭയത്തിന് കാരണമാകുന്ന ശക്തി എന്താണോ, വ്യക്തി ഏതാണോ, ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായില്ല, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. പിന്നെ ഒരു തരത്തിലുള്ള ബാധയ്ക്കും അത് വരില്ല. അങ്ങനെ അഭയമായിട്ടുള്ള അഭയം, നല്ല അഭയം തരാൻ ഭഗവാന് സാധിക്കും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഭഗവാന്റെ ഭക്തർക്ക് ഉറപ്പായും വാശി ഉണ്ടായിരിക്കും. വാശിയുള്ളത് കാര്യമുള്ള കാര്യത്തിലുള്ള വാശിയായിരിക്കും. ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ ജയിച്ചു കാട്ടും, തോൽക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഉയർന്നു വരും, അവിടെ വാശി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വാശി ഉണ്ടായിരിക്കും. അതിനുമപ്പുറം എവിടെയാണ് വാശി ഇല്ലാത്തത്? ഭഗവാന്റെ മുന്നിൽ ഒരു വാശി ഉണ്ടായിരിക്കില്ല. അതായത് അവിദ്യയുടെ, ഭഗവാൻ ജ്ഞാനശക്തിയാണ്, അവിദ്യയുടെ, അജ്ഞാനത്തിൻ്റെ നാശം സംഭവിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ ആ വെട്രിവേലനായ മുരുകനാണ് സഞ്ചരിപ്പിക്കുന്നതെന്നും മുരുകൻ എന്ന പരബ്രഹ്മത്തിൽ വിലീനമായാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നതെന്നും മുരുക എന്ന വാക്കിൽ തന്നെ മുരാരിയും അതുപോലെ തന്നെ രുദ്രനും അതുപോലെ തന്നെ കമലോദ്ഭവനായിട്ടുള്ള നമ്മളുടെ ബ്രഹ്മാവും ഉണ്ടെന്ന് മനസ്സിലാവും. മുരാരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, അതുപോലെ ശിവഭഗവാൻ, രുദ്രൻ, അതുപോലെ തന്നെ കമലോദ്ഭവനായിട്ടുള്ള ബ്രഹ്മാവ്. ഈ 3 പേരും മുരുക എന്നുള്ള നാമത്തിലുണ്ട്. എല്ലാം മുരുകനാണ്, അഴകേ മുരുകനാണ്, സകലം മുരുകനാണെന്നുള്ള ബോധമുണ്ടായി. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, എന്നെക്കൊണ്ട് മുരുകനാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ശരണാഗതി ഉണ്ടാവും. അതാണ് മുരുകൻ്റെ മയിലിനെ കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്ന 2 കാര്യം. ഒന്ന്, മയിൽ ഒരു അഹങ്കാരിയായിരുന്നു. ആദ്യം ആരായിരുന്നു? ശൂരപത്മനായിരുന്നു. പിന്നീട് ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളായി മാറി. ആ ഏറ്റവും അടുത്ത ആളായി മാറിയപ്പോൾ ആ മയിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. മയില് താഴേക്ക് സഞ്ചരിക്കുന്ന ഒരു സർപ്പത്തെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. താഴേക്ക് നമ്മളുടെ ശക്തി സഞ്ചരിച്ചാൽ, സർപ്പശക്തി സഞ്ചരിച്ചാൽ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മൾ പറയില്ലേ, ലൈംഗിക ആസക്തി, അതൊക്കെയാണ് താഴേക്ക് സഞ്ചരിച്ചാൽ ഈ സർപ്പം മുകളിലേക്ക് സഞ്ചരിച്ചാലാണ് ആത്മീയ ജ്ഞാനം. ആ മയില് പീലി വിടർത്തി ആടുന്നത് പോലെ സഹസ്രാരത്തിൽ കളിയാടുകയുള്ളൂ. അപ്പോൾ ആ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഞാനെന്നുള്ള ബോധം അകന്ന് സത്യസ്വരൂപനായിട്ടുള്ള മുരുകനാണ് സകലം എന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉദിക്കണം. അങ്ങനെ ഉദിക്കണമെങ്കിൽ ആദ്യം എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ഞാനെന്നുള്ള ഭാവത്തിൻ്റെ നാശം. അതിനർത്ഥം എല്ലാവരുടെ മുന്നിലും താഴ്ന്നു നിൽക്കുമെന്നല്ല. ഒരു മുരുകഭക്തനും സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മുരുകഭക്തനും ഇന്നേ വരെ തല താഴ്ത്തിയ ചരിത്രമില്ല. അവർക്ക് നല്ല രീതിയിൽ വാശിയുള്ളവരാണ്. വാശി ലോകത്തോട് പോകുമെന്നല്ല, പക്ഷെ ഭഗവാന്റെ അടുത്ത് ഇവർ വാശി കാണിക്കില്ല. ഭഗവാനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സ്നേഹമാണ്. വല്ലാത്ത സ്നേഹമെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച പദമാണ്. എന്തും ചെയ്യും, മുരുകഭഗവാന് വേണ്ടി എന്തും ചെയ്യും. മുരുകഭഗവാനോടുള്ള ഭക്തി കയറിയാൽ ഏതൊക്കെ രീതിയിലുള്ള വേലാണ് എടുക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള വേൽക്കുത്തലാണ് അവർ നടത്തുന്നത്. പറവക്കാവടി എടുക്കാറുണ്ട്. പറവക്കാവടി നമുക്കറിയാം, തൂങ്ങിക്കിടക്കുന്ന കാവടി. അതൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിക്കാറുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ഭക്തർ ചിന്തിക്കാറുണ്ടോ? അത്ര ഇൻറ്റൻസിറ്റിയാണ്. അത്രയ്ക്കും എന്താ പറയുക, നമ്മൾ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യാന്ന് പറയില്ലേ, ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു രേഖ ഉണ്ടായിരിക്കും. എല്ലാവരും പറയും ഇത്രയൊക്കെ ഭക്തി പാടുള്ളൂ, ഇത്രയൊക്കെ എന്താ പറയുക നമ്മൾക്ക് സ്നേഹം പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രോസ് ചെയ്യും നമ്മൾ.
അതൊന്നുമല്ല, ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടി എന്തും ചെയ്യും, ഞാൻ വേല് കുത്തും, എന്തും ചെയ്യും, എൻ്റെ ശരീരം വേദനിച്ചാലും എൻ്റെ ഭഗവാനോടുള്ള സ്നേഹം അടങ്ങാത്തതാണെന്നുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു അടങ്ങാത്ത സ്നേഹം ഭഗവാനോടുണ്ടായിരിക്കും. ഭക്തി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഭക്തിയാണ്, എന്തും ചെയ്യുന്ന ഭക്തിയാണ്. ആ ഭക്തി പോലെ തന്നെ, ആ ഭക്തി അങ്ങോട്ട് കാണിക്കുന്നത് പോലെ തന്നെ സ്വന്തം ഭക്തന് വേണ്ടി, ഭക്തനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുരുക ഭഗവാൻ ഭക്തൻ എന്ത് ചെയ്താലും കൂടെ നിൽക്കും. ഭക്തനെ കൈവിടുന്ന പ്രശ്നമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഈ വരുന്ന ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, നമ്മൾക്ക് ഈ വരുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, എന്തും ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടല്ലോ, അത് മുരുകൻ്റെ ഗുണമാണ്. അപ്പോൾ നമ്മൾ ആ മുരുകൻ്റെ ഗുണം വെച്ച് മുരുക ഭഗവാനോട് തന്നെ ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കുമ്പോൾ, ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ, അതിൻ്റെ എത്രയോ കോടി ഇരട്ടിയായിരിക്കാം ഭഗവാൻ നമ്മളോട് തിരിച്ചു കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മുരുക ഭഗവാൻ ഒരു ഭക്തനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ വാശി, അവൻ്റെ ധൈര്യം, അവൻ്റെ മനക്കെട്ടി, ഇതെല്ലാം നോക്കും. ഇതെല്ലാം നോക്കി എനിക്ക് പറ്റിയ ആളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്താലും കൂടെ ഉണ്ടാവും. എന്ന് വെച്ച് അധർമ്മം ചെയ്യുമ്പോഴല്ല, അധർമ്മം ചെയ്യുന്ന പല കോടീശ്വരന്മാരും നമ്മൾക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അധർമ്മം ചെയ്ത വലിയ കോടീശ്വരന്മാർ പോലും താഴേക്ക് വന്നിട്ടുണ്ട്. മുരുക ഭഗവാന്റെ ഭക്തരായിരുന്ന പല കോടീശ്വരന്മാരും ഭഗവാനെ വിളിച്ച് പലതും നേടി, പിന്നീട് പല അധർമ്മം ചെയ്തപ്പോൾ എവിടെയാണ് വന്നതെന്ന് നമുക്കറിയാം. അധർമ്മത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എത്ര വലിയ പ്രതിസന്ധിയിൽ കിടന്നാലും, എത്രയധികം ആളുകൾ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ഉറപ്പായും അത് തടയാൻ, നമ്മൾ തിരിച്ചു വരുന്നത് തടയാൻ, നമ്മൾ ഉയരുന്നത് തടയാൻ ഏത് ശക്തി മുന്നിൽ നിന്നാലും ആ ശക്തികളെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭഗവാൻ നമ്മളെ മുന്നേറ്റി വിജയത്തിലെത്തിക്കും. ഇവിടെയാണ് വേറൊരു കാര്യം, അവസാന കാര്യം ഞാൻ പറയുന്നത്. മുരുക ഭഗവാൻ മറ്റ് ഭഗവാന്മാരെ പോലല്ല, പരീക്ഷിക്കും. ചില ദേവന്മാർ പരീക്ഷിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് സഹായിക്കും, പിന്നീട് നല്ലപോലെ പരീക്ഷിക്കും. അങ്ങനെ പല ദേവന്മാരുണ്ട്. ദേവന്മാരുടെ ഗുണമാണ്, ആ ഗുണം അറിഞ്ഞാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മളുടെ ഇഷ്ടദേവനെ തിരഞ്ഞെടുക്കുന്നത്. പലരുടെയും പൂർവിക കർമ്മം, അതായത് പ്രാരാബ്ധ കർമ്മമൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് പലർക്കും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും പല ദേവന്മാരും ഇങ്ങനെ പരീക്ഷിക്കുന്ന ദേവന്മാരുണ്ട് കൂടുതൽ. പക്ഷേ മുരുക ഭഗവാന്റെ ഈ കാര്യം മനസ്സിലാക്കണം, ഭഗവാൻ എത്ര പരീക്ഷിക്കുന്നോ, നല്ല രീതിയിലൊക്കെ പരീക്ഷിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ മനസ്സിൻ്റെ ടെസ്റ്റാണ് ഇവിടെ, നമ്മളുടെ ധൈര്യത്തിൻ്റെ ടെസ്റ്റാണ്. നമ്മൾക്ക് എത്രത്തോളം ധൈര്യമുണ്ട്, നമ്മൾക്ക് എത്രത്തോളം വാശിയുണ്ടെന്നൊക്കെ ഭഗവാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഭഗവാന്റെ ടെസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഭക്തിക്കപ്പുറം ഭഗവാന് വേണ്ടി എത്ര ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ധൈര്യമുള്ളവനായിരിക്കും, എത്രത്തോളം മനക്കെട്ടിയുള്ളവനാണ് എന്നാണ് ഭഗവാന്റെ പരീക്ഷണം. എത്രത്തോളം മനക്കെട്ടിയോടെ അവന് മുന്നോട്ട് പോകാൻ സാധിക്കും, എത്രത്തോളം മുന്നേറാൻ സാധിക്കും, ഇതായിരിക്കും. അതിന് വേല് കുത്തണമെന്നൊന്നുമില്ല, അത് വേല് കുത്തുന്നത് അവരവരുടെ താല്പര്യത്തിനാണ്. അല്ലാതെ വേല് കുത്തിയാലേ ഭഗവാനോടുള്ള സ്നേഹമുള്ളതല്ല. ഭഗവാന് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കും, ഭഗവാന് വേണ്ടി എത്രത്തോളം യുദ്ധം ചെയ്യാൻ സാധിക്കും, എത്ര പേര് അടിച്ചമർത്തിയാലും എഴുന്നേറ്റ് ഞാൻ മുരുക ഭക്തനാണ്, മുരുകൻ എൻ്റെ കൂടെയുണ്ട്, വേൽ തുണയുണ്ട് എന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുന്നവൻ്റെ കൂടെ മുരുക ഭഗവാൻ ഉണ്ടായിരിക്കും. തളരാത്തവനെയാണ് മുരുക ഭഗവാൻ വേണ്ടത്. ഓരോ ദേവന്മാർക്കും ഓരോ രീതിയിലാണ് പരീക്ഷണം. ചില ദേവന്മാർ എത്രത്തോളം അവൻ എന്നോട് മാനസികമായി അടുത്തു, എത്രത്തോളം എനിക്ക് വേണ്ടി സങ്കടപ്പെടുന്നുണ്ട്, എന്നെ ഓർത്ത് വിലപിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഏങ്ങുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കും ചില ദേവന്മാർ. പല ദേവന്മാർക്കും പല ഗുണങ്ങളായതുകൊണ്ട്. പക്ഷെ മുരുക ഭഗവാന്റെ കാര്യം അങ്ങനെയല്ല. വാശി എത്രത്തോളം ഉണ്ട്, ചവിട്ടി താഴ്ത്തിയാലും അടിച്ചമർത്തിയാലും എഴുന്നേറ്റ് വരാനുള്ള ഒരു വീരഭാവം എന്ന് പറയില്ലേ, അതത്ര ഉണ്ടെന്നാണ് മുരുക ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. മുരുക ഭഗവാന്റെ അടുത്ത് നിന്ന് കരയുകയല്ല, എൻ്റെ മുരുക നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള മനസ്സോടുകൂടി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ മുരുക ഭക്തൻ. മുരുകൻ്റെ പരീക്ഷണം നേരിടേണ്ടത് ധൈര്യത്തോടെയാണ്, കരഞ്ഞുകൊണ്ടല്ല. അത് എപ്പോഴും മനസ്സിലിരിക്കണം, ധൈര്യത്തോടെ നേരിടണം. ഞാൻ മുരുക ഭക്തനാണ്, മുരുകൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസം വന്ന് ആദ്യമൊക്കെ ഭഗവാൻ പരീക്ഷിക്കും, പിന്നെ ഒരു വരവ് വരും, പൂർണ്ണമായിട്ടും കൂടെ നിൽക്കും. മുരുകൻ തുണை എന്നുള്ള അവസ്ഥ ശരിക്കും പ്രാബല്യത്തിൽ വരും, ശരിക്കും നമ്മളുടെ അവസ്ഥയായി നമ്മളായി മാറും. മുരുകൻ കൂടെ ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അലിയും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ ഭഗവാന്റെ പരീക്ഷണം അതാണ്, ആ ബോധ്യമുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാന്റെ ചില ലീലകൾ, ഇതൊക്കെയാണ് ഭഗവാന്റെ ചില കുസൃതികൾ. ഇതൊക്കെ ഭഗവാന് നിസ്സാര കാര്യമാണ്, ഈ ധൈര്യം തരുന്നൊക്കെ. ഭഗവാൻ സാക്ഷാൽ പരബ്രഹ്മമാണ്, ആ ബോധ്യം ഉണ്ടായിരിക്കണം. ആ രൂപത്തിലിരിക്കുന്നുവെങ്കിലും പരബ്രഹ്മമാണ്, സത്യമാണ്. അപ്പോൾ ആ ഭഗവാന്റെ എല്ലാ ഭക്തർക്കും വെട്രിവേൽ വീരവേൽ.